നമ്മുടെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിൽ ഉൾപ്പെടെയുള്ള ധാരാളം IPS ഉദ്യോഗസ്ഥന്മാർക്ക് ചില സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ നമ്മുടെ നരസിംഹറാവു എന്ന ജയിലിൽ പോയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായിട്ടുണ്ട്. ആ ട്രെയിനിങ് ലഭിച്ച ഒരാളായിരുന്നു ഇവിടെ പലരും വിശുദ്ധ പുരുഷനായി ചിത്രീകരിക്കാൻ ശ്രമിച്ച സെൻകുമാർ എന്ന സംഗീകുമാർ എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കടമ നുണ പറയാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നുണ പറയുന്നവരെ നിങ്ങൾ നുണയാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പോലീസുകാർ തന്നെ, പോലീസിൻ്റെ തലപ്പത്തിരുന്ന ആൾ തന്നെ ഇത്രയും വലിയ നുണയനാണ് എന്ന് കേരളം 2-3 ദിവസമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ മനുഷ്യൻ പറയുന്നത്? അയാൾക്ക് വിവരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത് എൻ്റെ അഹങ്കാരമാണ് എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെ ഫേസ്ബുക്കിൽ എനിക്കെതിരെ കുറേ തെറിയൊക്കെ ആ കാലത്ത് ഉണ്ടായി. ഞാൻ സംഗീകുമാർ എന്ന് പറഞ്ഞ സെൻകുമാറിനെതിരെ 2 വാക്ക് എഴുതിയപ്പോഴേക്കും കുറേ തെറി എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മറ്റൊരാളുടെ വിവരം എനിക്ക് വിവരമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അയാളെ അംഗീകരിക്കാതിരുന്നിട്ടുള്ളത്. അയാൾ എന്തൊക്കെയാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, ഞാനൊരു ഇസ്ലാമിക പണ്ഡിതനൊന്നുമല്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, അവിശ്വാസികളെ കൊല്ലലല്ല ജിഹാദ് എന്ന് അറിയാം. പിന്നെന്താണ് ജിഹാദ് എന്നുള്ളതൊക്കെ വിശദീകരിക്കാൻ നമുക്കിവിടെ സമയമില്ല. അവിശ്വാസികളെ കൊല്ലലല്ല ജിഹാദ് എന്നെനിക്ക് അറിയാമെന്ന് മാത്രമല്ല, അവിശ്വാസികളെ കൊല്ലലായിരുന്നു ജിഹാദ് എങ്കിൽ മുഹമ്മദ് നബി ആദ്യം കൊല്ലുക ഒരു പക്ഷേ അബൂ താലിബിനെ ആയിരുന്നേനെ. അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പം അവിശ്വാസികളെയല്ല, അവിശ്വാസമോ വിശ്വാസമോ ഒന്നുമല്ല പ്രശ്നം വേറൊന്നാണ്. അപ്പം ഈ വക ഏറ്റവും നിസ്സാരമായ കാര്യം, ചുരുങ്ങിയ പക്ഷം നമ്മുടെ അലക്സാണ്ടർ ജേക്കബിനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സെൻകുമാർ വല്ലതും സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രയ്ക്ക് അദ്ദേഹം അപകാസ്യനാവില്ലായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം തൊപ്പിപ്പോയ പോലീസിനെ ഒന്നിനും കൊള്ളില്ല എന്ന് നാട്ടുകാരെല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ സെൻകുമാർ നമ്മെ അത് അങ്ങനെ പറയിപ്പിക്കാൻ നിർബന്ധിതനാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ പറഞ്ഞത് നിർത്താനാവില്ല, അത്ര അധികം ഉണ്ട്, അത്രയേറെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദളിതൻ ആക്രമിക്കപ്പെടുമ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി ജനാധിപത്യ മതേതര ഭരണഘടനയുടെ നിർമ്മാണത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച വിശ്വനിയമ പണ്ഡിതനായ ഡോക്ടർ അംബേദ്കർ ആണ് എന്ന് ഓർക്കുക. ഓരോ ദളിതന്റെ നെഞ്ചത്തും വീഴുന്ന അടി അംബേദ്കർക്ക്, നമ്മുടെ ഭരണഘടനാ ശില്പിക്ക് നേരെ വീഴുന്ന അടിയാണ്. ഓരോ മുസ്ലിമിന് നേരെയും വീഴുന്ന അടി ശ്രീകൃഷ്ണനെതിരെ വീഴുന്ന അടിയാണ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ശ്രീകൃഷ്ണൻ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ രാഷ്ട്രീയമായ ഒരു പോരാട്ട വേദിയിൽ നിലകൊണ്ടത് ഭൂരിപക്ഷത്തിനൊപ്പമല്ല. കാരണം ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം ദുര്യോധനൻ്റെ തേരാളിയാവേണ്ടിയിരുന്നു. കാരണം 19 അക്ഷൗഹിണിയാണ് ദുര്യോധനന് ഉണ്ടായിരുന്നത്. 8 അക്ഷൗഹിണിയാണ് ആർക്കുണ്ടായിരുന്നത്? പാണ്ഡവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം ശ്രീകൃഷ്ണൻ നിന്നത് ന്യൂനപക്ഷത്തിൻ്റെ ഒപ്പമാണ്. കാരണം ശരി അവർക്കൊപ്പമായിരുന്നു എന്നതുകൊണ്ടാണ്, അതും ശരിയെന്ന് പറയാൻ പറ്റില്ല, താരതമ്യേന ശരി അവർക്കൊപ്പമായിരുന്നു എന്ന് പറയുകയാണ് ശരി. എന്നതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അവർക്കൊപ്പം
നിന്നത്. അപ്പം ന്യൂനപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള കൃഷ്ണധർമ്മം അഥവാ ജനാധിപത്യത്തിൻ്റെ ധർമ്മം. ജനാധിപത്യം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച കുറേ മങ്കികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അങ്ങനെ ഒരു മങ്കി ഉപാസകനാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. അയാളുടെ ഭരണത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനു വേണ്ടി വരും 2 മണിക്കൂർ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ ആകെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ല ജനാധിപത്യം, ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണമാണ്. ന്യൂനപക്ഷം അസ്വസ്ഥമായിരിക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയാക്കിക്കൊള്ളൂ, ജനാധിപത്യമല്ല ഉള്ളത്, ഡെമോക്രസി അല്ല ഉള്ളത്, മെജോറിറ്റിസമാണ് ഉള്ളത്. മെജോറിറ്റിസം ഈസ് നോട്ട് ഡെമോക്രസി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തുവാനുള്ള ജാഗ്രതയുടെ കൂട്ടായ്മയാണ് ഇത്. നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള മാനവ സാഹോദര്യമാണ് ഇത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം.